വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, ഇല്ലെങ്കിൽ വളയും. ഇത് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. അത് ഈ കാലത്ത് പ്രസക്തമാണോ? ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് പത്രം ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഒരു 4-5 years ആയിട്ട് പത്രം ഇടുന്നില്ല. ഓക്കെ, അതിനൊരു കാരണം, ഒരു 5 years ബിഫോർ ഞാൻ ഇവിടെ വൈഫൈ എടുത്തു. ഓക്കെ, വൈഫൈ എടുക്കുക മീൻസ് അത്രയും നാളും സാധാരണ മൊബൈൽ ഇന്റർനെറ്റ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ ജോലിയുടെ ആവശ്യത്തിനും പഠിത്തത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് വൈഫൈ എടുത്തു. ഇപ്പോൾ വൈഫൈ എടുത്തപ്പോഴത്തേക്കും എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി? വൈഫൈ യൂസ് ചെയ്യാൻ തുടങ്ങി. അച്ഛനും അമ്മയും പെങ്ങളും ഞാനും എല്ലാവരും വൈഫൈ യൂസ് ചെയ്യാൻ തുടങ്ങി. നല്ല കാര്യമായിട്ട് തന്നെ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? ഫോണിൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ നമ്മളുടെ വർക്കിൻ്റെ ടൈം കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ പഠിത്തം കഴിയുമ്പോഴത്തേക്കോ എല്ലാം. ഓക്കെ, ഇപ്പം നമ്മൾ കോളേജ് ടൈമിലാണെങ്കിൽ കോളേജ് കഴിഞ്ഞ് വന്നതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്കത് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു കോളേജ് കഴിഞ്ഞ സമയത്താണ്, അതായത് എൻ്റെ PG കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് എടുത്തത്. ഓക്കെ, വൈഫൈ എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ഇന്റർനെറ്റ് സുലഭമായി കിട്ടാൻ തുടങ്ങി. അച്ഛനും അമ്മയും എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ടൈമിൽ അച്ഛൻ ചോദിച്ചായിരുന്നു, ഇനി ഇവിടെ പത്രം ഇടണോ? അപ്പൊ ഞാൻ എന്തായാലും നമ്മൾ ഭക്ഷണം ഇട്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഇടട്ടെ, നല്ല കാര്യമല്ലേ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇവിടെ ആരും വായിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു കുറച്ച് ദിവസം. ശരിയാ, ആരും പത്രം വായിക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ തനിയെ പത്രം നിർത്തി. ഇനി അച്ഛനെ നിർത്തുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വന്നിരിക്കുന്നു, ഫോണിൽ കുത്തുന്നു, പിന്നെ ടൈം ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വർക്ക് വല്ലതും ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. അതല്ലാണ്ട് പത്രം ആരും തൊടുന്നില്ല ആരും. മിക്ക ദിവസങ്ങളിലും പത്രം ആരും വായിക്കുന്നില്ല. അതാണ് സത്യം. പിന്നെ എന്തിനാണ് വെറുതെ അതിൻ്റെ കൂടെ ചിലവ് എന്തിനാണ്? അത് നിർത്തലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിപ്പോൾ അങ്ങനെ നിർത്തലാക്കി. ഇനി നമ്മളത് ചിന്തിച്ച് നോക്കിയാൽ, ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നിർത്തിക്കൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടാതെ വരുന്നുണ്ടോ? ഈ പത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ന്യൂസാണ് കിട്ടുന്നതെന്ന് അറിയാം. നല്ല കൊലയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ സ്പോർട്സിന്റെ പേജ് കാണും. പിന്നെ അങ്ങനെയുള്ള ഓരോ പേജുകളൊക്കെ കാണും. നമുക്ക് അന്താരാഷ്ട്ര കാര്യങ്ങൾക്കൊക്കെ ഉള്ള പേജുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഇതെല്ലാം മൊബൈലിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇന്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴി. അപ്പം നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യാത്ത കാര്യമില്ലേ? ഓക്കെ, ഫേസ്ബുക്കിനകത്താണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേജസ് ഉണ്ട്. അപ്പം അച്ഛൻ ലൈക്ക് ചെയ്യുന്ന ഓരോ പേജസ് ആയിരിക്കത്തില്ല, ഫോളോ ചെയ്യുന്ന പേജസ് ആയിരിക്കത്തില്ല ഞാൻ ചെയ്തത്. ഓക്കെ, അതിനകത്ത് വ്യത്യാസം വരും. അപ്പം അച്ഛൻ എന്ന് പറയുമ്പോൾ തോന്നി ന്യൂസിന്റെ ഒരു പേജസ് ഒക്കെ ആയിരിക്കും ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പം അച്ഛൻ കാണുന്നത് എന്തായിരിക്കും? ന്യൂസ് ആയിരിക്കും. ഇനി അച്ഛൻ ആ പത്രത്തിൽ വായിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ന്യൂസ് യഥാർത്ഥത്തിൽ അച്ഛന് ആ ഫോണിൽ കൂടെ അച്ഛന് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ഇൻഫർമേഷൻ, അറിവ് കൂടുതൽ എന്തിൽ നിന്ന് കിട്ടുന്നു? സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നു, യൂസിങ് ഇന്റർനെറ്റ്. അപ്പം ആ പത്രത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ എന്ത് കിട്ടുന്നു? ഫോണിൽ നിന്ന് കിട്ടുന്നു അറിവ്. ഓക്കെ, ഇനി എൻ്റെ കേസ് നോക്കിയാലും എന്താണ്, അവിടെയാണ് വേറെ പ്രത്യേകത. ഇപ്പം എനിക്കിപ്പം ഇഷ്ടം സ്പോർട്സ് മാത്രമാണെങ്കിൽ എനിക്ക് സ്പോർട്സ് മാത്രമല്ല ആ അൽഗോരിതം സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതലും കുറെ സ്പോർട്സ് ആയിരിക്കും, ഇടയ്ക്ക് വെച്ചിട്ട് വേറെ എന്തെങ്കിലും കണ്ടൻസ് വരും. അപ്പോൾ അവരുടെ അൽഗോരിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ടോപ്പിക്കിനകത്തോട്ട് മാത്രം സ്റ്റിക്കായി പോകത്തില്ല, മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളുടെ ആ ഒരു യൂസേജിന്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ ഏത് കണ്ടന്റിനകത്തോടാണ് അധികം നോക്കുന്നത് അതിന് വെച്ചിട്ടായിരിക്കും പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വേറെ കണ്ടൻസ് വരും. അപ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് ലോക പരിചയം കുറെ കൂടെ വന്നു ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, ഈ ഇന്റർനെറ്റ് വന്നതോടുകൂടി. ഇതല്ലാതെ വായന, ഇപ്പം നമ്മൾ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറയുന്നതിനകത്ത് അന്ന് പറയാനൊരു കാരണമുണ്ട്. ആ കാലഘട്ടത്തിൽ പറയാനുള്ള കാരണം, അന്ന് വേറെ ഇതിനൊക്കെയുള്ള സോഴ്സസ് ഇല്ല, അത് കുറവാണ്. അപ്പം നമുക്ക് ഈ ലോകത്ത് എന്ത് നടക്കും എന്നൊക്കെ അറിയാനായിട്ട് ആ സമയത്ത് നമുക്ക് വായിക്കണമായിരുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മളില്ല പൊട്ടക്കണക്കിലെ തവളെ കണക്കായിരുന്നു ആ സമയത്ത്. കാരണം വേറെ കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് ഇതേപോലെ ഇല്ല. പിന്നെയുള്ള TV ചാനൽസ് ആണ്. എത്ര പേർക്ക് TV ഉണ്ടായിരുന്നു? പിന്നെ റേഡിയോസ് ഒക്കെ ഉണ്ട്, അത് കേൾക്കുന്നതിന് കുറവാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ TV ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് തോന്നിയുള്ള പ്രോഗ്രാംസുകളൊക്കെയാണ്. ന്യൂസൊക്കെ ആണെങ്കിലും അത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഒരു ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള എത്ര ഹോട്ടൽസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, പണ്ടത്തെ കാലത്ത് അതൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ ഏതൊക്കെ ഹോട്ടലിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഓക്കെ, എവിടാണ് മോശം ബിരിയാണി കിട്ടുന്നത്, എവിടാണ് നല്ല ബിരിയാണി കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബിക്കോസ്
നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഗൂഗിൾ റിവ്യൂസ് ഇടാൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, റിവ്യൂസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് നല്ല ഹോട്ടൽ, ഏതാണ് മോശം. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇട്ടേക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓക്കെ ഉറപ്പില്ല. പക്ഷേ ഈ പറയുകയാണ് ആളുകളുടെയൊക്കെ അഭിപ്രായം കമന്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഒരു ഹോട്ടൽ നല്ലതാണോ അല്ലയോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ 2025 എന്താ പറയുക, വായിച്ചില്ലെങ്കിൽ വഷളാവെന്ന് പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. ഓക്കെ, കാരണം കാലം മാറിയിരിക്കുന്നു. ഇപ്പം അറിവ് കിട്ടുന്ന സ്രോതസ്സുകൾ ഒരുപാട് വന്നിരിക്കുന്നു, വേറെ കുറെ രീതിയിൽ വന്നിരിക്കുന്നു. ഓക്കെ, വായിക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം മറ്റേ ഈ പോഡ്കാസ്റ്റ് കണക്കുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓഡിയോ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. സ്റ്റോറീസ് ആയിക്കോട്ടെ, ന്യൂസ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ പോഡ്കാസ്റ്റ് കണക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പം പിന്നെ ഈ പറഞ്ഞ പോക്കറ്റ് FM അതാണ് കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞൊക്കെ നമുക്ക് കഥകളോ കവിതകളോ ഇഷ്ടമുള്ള നമുക്ക് ടോപ്പിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കാൻ ടൈമില്ലാത്തവരാണെങ്കിൽ അവിടെ വർക്കിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെസ്സർ ടൈമിലോ എല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ചതിന് ശേഷം അവർക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ഈ വായിച്ചാൽ അറിവ് കിട്ടും എന്ന് പറയുന്നത് വെറുതെയാണ്. വിവേകം കിട്ടും എന്ന് പറയുന്നത് വെറുതെ. അറിവ് കിട്ടുമായിരിക്കും. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം മാറുമെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു സുഹൃത്തുണ്ട്. ഓക്കെ, അപ്പം ഭയങ്കര വായനയാണ്. വായന എന്ന് പറയുമ്പോൾ വായിക്കാത്ത പുസ്തകം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ഓക്കെ, ഒരുപാട് നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവരൊക്കെ എന്താ വെച്ചാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ വിളിച്ചിരുത്തിയതിന് ശേഷം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്നാൽ ഇവന് വകതിരിവെന്ന് പറഞ്ഞ സാധനമില്ല. ഓക്കെ, ഒരു പക്വത ഇല്ലാത്ത രീതിയിലുള്ള സംസാരമാണ്. ആരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. പിന്നെ ഈ ഇത്രയും വായിക്കുന്നവർക്ക് എന്താണെന്ന് അറിയേണ്ടതല്ലേ. അപ്പം അത് നമുക്ക് തെറ്റാന്ന് തന്നെ പറയാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞാൽ വിവേകം ഉണ്ടാവും എന്നുള്ളവർ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വായിച്ചില്ലെങ്കിൽ എന്താ പറയുക, വഷളാവും എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. വായിച്ചാൽ നന്നാവും എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. ഓക്കെ, കാരണം ഇപ്പം മാറിയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അത് സത്യത്തിൽ എന്തായിരുന്നു, പ്രസക്തമായിരുന്നു. കാരണം ആ സമയത്ത് ഈ മീഡിയാസ് ഒക്കെ കുറവാണ്. അപ്പം നമുക്ക് അറിവ് കിട്ടാനുള്ള സ്രോതസ് കുറവായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ആ സമയത്ത് വായിക്കണം എന്ന് പറയുന്നത്. ആ സമയത്ത് ന്യൂസ് പേപ്പർ ആണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും അതൊക്കെയാണ് തോന്നി മീഡിയസ് ആളുകളിലേക്ക് ഈ ഓതേഴ്സിന് എത്താനുള്ള മീഡിയസ് അതൊക്കെയായിരുന്നു. വേറെ സ്രോതസ്സുകളൊക്കെ കുറവാണ്. ഓക്കെ, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഷോർട്സ് കണ്ടാലും മതി, കുറേ അറിവുകൾ കിട്ടും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതിന് നമ്മളുടെ ചുറ്റുവട്ടത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ജില്ലയാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഇനി ഇന്ത്യ ആണെങ്കിലും പുറം ഈ ഗ്ലോബലി ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സോഷ്യൽ മീഡിയ നോക്കുന്ന വഴി തന്നെ ഐഡിയ കിട്ടും. ഓക്കെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ കണക്കിന് അത് തന്നെ ഈ പറഞ്ഞ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണമെന്ന് പോലും നിർബന്ധമില്ല. ജസ്റ്റ് നമ്മൾ സിംപ്ലി സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ന്യൂസ് കണ്ടന്റ് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കിട്ടും. ട്രോളിന്റെ രൂപയാണായിരിക്കാം, അതും കൂടെ ഉണ്ട്. ഇപ്പൊ ട്രോളൊക്കെ പറയുമ്പോൾ അത് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുകൊണ്ട് ഓരോ ട്രോളൊക്കെ കാണാം, നമ്മളത് കാണാൻ രസത്തിനാണ് എടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊരു അറിവ് കിട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു. ട്രോളും എല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഓക്കെ, അതൊരു മീഡിയം തന്നെയാണ്. അതൊരു എന്റർടൈനിങ് രൂപേണ നമുക്ക് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ തരത്തിൽ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. നമുക്ക് ഒന്നുകൂടെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകത്തില്ല. ട്രോൾ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഇതിനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചിരിക്കാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കൂടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ഞാൻ പറയുകയാണ്. ഈ സമയത്ത് നമ്മൾ വീണ്ടും വായിക്കുക എന്ന് പറയുമ്പോൾ വായിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോ ചാനൽസിൻ്റെയൊക്കെ ലിങ്കൊക്കെ വന്ന് കിടക്കും. ഓക്കെ, തമിഴിലും ഇതുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ബട്ട് ഓക്കെ, അന്ന് വായിക്കുന്നവർക്ക് വേണമെന്നെങ്കിൽ ഫോണിലും വായിക്കാം. പുസ്തകം തന്നെ വായിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പറയാണ് വായിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിനകത്ത് കുറേ സ്ട്രെയിൻ കൊടുക്കണം. ഓക്കെ, പിന്നെ മറ്റേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോന്ന് വായിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്ന സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ നമുക്ക് വേണ്ട ഒരു വീഡിയോ കാണാനായിട്ട് അല്ലെങ്കിൽ ഓഡിയോ കേൾക്കാനായിട്ട്. അതാണ് സത്യം. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ സിനിമയൊക്കെ എല്ലാവരും ആസ്വദിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഓക്കെ, അതിന് വലിയ വിദ്യാഭ്യാസ വിവരമൊന്നും വേണമെന്നില്ല, ആർക്ക് വേണമെങ്കിലും ആസ്വദിക്കാൻ പറ്റും. അതിനുള്ള കാരണം അതാണ്, ഈസി ആയിട്ട് നമ്മുടെ ബ്രെയിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മൂവീസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. മൂവീസ് മീൻസ് എന്തോ ആയിക്കോട്ടെ, വീഡിയോസ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഓഡിയോ ആയിട്ട് കേൾക്കുന്നത്, പിന്നെ വീഡിയോ പ്ലസ് ഓഡിയോ. ഓക്കെ, അത് ഈ പറഞ്ഞ തന്നെ.
പിന്നെ നമുക്ക് ഏതൊരു പ്രോഡക്റ്റിന് റിവ്യൂ നോക്കണമെന്നുണ്ടെങ്കിലോ എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഇൻ്റർനെറ്റിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോഴും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അത് വാങ്ങിച്ച് വായിക്കുന്ന ആളുകൾ. ഓക്കെ, അത് ഒരു ഹോബി ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അവർ വായിച്ചോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വായിച്ചാലേ വളരൂ എന്ന് പറഞ്ഞതിനകത്ത് ഒരർത്ഥമില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ പുസ്തകങ്ങൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വായിക്കുക എന്നുള്ള ആ ഒരു സമ്പ്രദായം. അതിന് വേറെ ആരുടെയെങ്കിലും കടം വാങ്ങിച്ച് വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ലൈബ്രറി പോയി വായിക്കുന്നതായിരിക്കും. ഓക്കെ, ബട്ട് അത് നല്ലൊരു ഫാൻ ബേസ് ഇപ്പോഴുള്ള സംഭവം തന്നെയാണ് ഈ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തീരുമാനിക്കുക, പുസ്തകങ്ങൾ വായിക്കണോ അതോ എന്താ പറയുക ഇതുള്ള സോഷ്യൽ മീഡിയാസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇ ബുക്സോ ട്യൂട്ടോറിയൽസോ എന്തെങ്കിലുമൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ പഠിക്കണോ. ഓക്കെ, ബൈ.